വർഷങ്ങൾക്ക് മുൻപ് കലാഭവൻ മണിയെ കൊണ്ട് ഒരു അയ്യപ്പൻ്റെ പാട്ട് അന്നത്തെ സഖാക്കൾ പാടിച്ചു. കരുണാകരനുമായി ബന്ധപ്പെട്ട് കരുണാകരനെ ആക്ഷേപിക്കുന്ന രീതിയിൽ കാറിൽ കയറി സ്പീഡിൽ പോണേ അയ്യപ്പോ എന്ന ഗാനമായിരുന്നു. അന്ന് അവർക്ക് വിഷമിച്ചിട്ടില്ല. ഇപ്പോൾ വലിയ നിലവിളിയാണ്. പോറ്റിയെ കേറ്റിയെ സഖാക്കൾ കട്ടു എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു നിലവിളി ഉണ്ടാകുന്നു? നിലവിളി ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് CPM-ൽ നിന്നാണ് എന്ന് നമ്മൾ കണ്ടു. മറ്റ് ഘടകകക്ഷികളൊന്നും LDF-ലെ അത്ര അധിക ശക്തിയായിട്ട് വന്നിട്ടില്ല. കാരണം ഇത് LDF-ലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രതിസന്ധി പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അവർ കാരണമാണ് ഈ പരാജയമുണ്ടായത് എന്ന് സ്ഥാപിക്കുന്ന ഒരു കവിതയും കൂടെയാണ്, അല്ലെങ്കിൽ പാട്ടും കൂടെയാണ് ഈ വന്നിരിക്കുന്നത്. അതിൽ നമ്മൾ ഇലക്ഷൻ മുമ്പായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രചരണത്തിന് മുമ്പായിട്ട്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുമ്പായിട്ട് സാധാരണഗതിയിൽ ഒരു സ്ലോഗൻ എപ്പോഴും ഇടാറുണ്ട്. ഗരീബി ഘടാവോ, 2 വാക്കിൽ വരുന്നതാണ്. ഗരീബി ഘടാവോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ LDF വരും എല്ലാം ശരിയാകും, ഇങ്ങനെയുള്ള സ്ലോഗൻസ് ഇടുമ്പോൾ അത് പെട്ടെന്ന് ആളുകളിലേക്ക് ക്യാച്ച് ചെയ്യും. ഇതിനേക്കാൾ ഏറെ വൈറലായിട്ട് ക്യാച്ച് ചെയ്തു പോറ്റിയെ കേറ്റിയെ, 2 വാക്ക് മതി. അപ്പോൾ അതൊരൊറ്റ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി പോറ്റിയെ കയറ്റിയോണ്ടാണ് ഇത് സംഭവിച്ചത്. പിന്നെ അടുത്തത് അയ്യപ്പൻ്റെ പണം കട്ടു എന്ന് പറയുമ്പം അതും ജനങ്ങൾക്ക് മനസ്സിലായി അയ്യപ്പൻ്റെ പണം കട്ടത് നടന്നിട്ടുണ്ട്. മൂന്നാമത്തെ അടുത്തത് മൂന്നാമത്തേത് സ്വർണം കട്ടത് ആരപ്പ എന്ന് പറയുമ്പോൾ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുമ്പം, അതായത് ഹൈക്കോടതി പറയുന്നതിന് മുമ്പേ, SIT പറയുന്നതിന് മുമ്പേ ജനങ്ങളുടെ മുമ്പിലിരുന്ന ആശങ്ക, സംശയം ഈ പാട്ട് ദൂരീകരിച്ചു എന്നുള്ളതാണ് ആ പാട്ടിൻ്റെ പ്രസക്തി. അതിൽ ഞാനതാ പറഞ്ഞത്, രണ്ട് വാക്കുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പലതും എന്നുള്ളതാണ്, അല്ലെങ്കിൽ 3 വാക്കുകൊണ്ട് ഈ കവിതയിൽ ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഈ മൈക്ക് അനൗൺസ്മെൻ്റ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മൈക്ക് അനൗൺസ്മെൻറ്റ് എത്ര പതുക്കെ പോയാലും നമ്മൾ അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ 2-3 വരികളെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്ന സാധനം നമ്മുടെ മുമ്പിൽ കൂടെ പോകുമ്പം നമുക്ക് മനസ്സിലായി പോറ്റിയാണ് ഈ കുഴപ്പം ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത് എന്നുള്ളത്. രണ്ടാമത് തിരിച്ചു വരുമ്പോഴാണ് പാടുന്നത് അയ്യപ്പൻ്റെ സ്വർണം കട്ടത് ആരപ്പ എന്ന് ചോദിക്കുന്നു. അത് ആ സംശയം നിൽക്കുമ്പോൾ തന്നെ അടുത്ത വരി സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്നു. അപ്പോൾ ഈ വാക്കുകൾ കറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ്. 2 വാക്കുകൾ അല്ലെങ്കിൽ 3 വാക്കുകൾ കൊണ്ട് ജനങ്ങളുടെ മനസ്സിലിരുന്ന സംശയത്തെ ക്ലിയറാക്കി എന്നുള്ളതാണ് ഈ പാട്ടിൻ്റെ പ്രത്യേകത. അങ്ങനെ ക്ലിയറാക്കുന്ന ഒരു മെസ്സേജ് ഒരുപക്ഷെ UDF-ന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, UDF-ൻ്റെ നേതാക്കൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഇതൊക്കെ ആയിരക്കണക്കിന് മീറ്റിങ്ങുകളിൽ ഈ ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ ഇതൊന്നും ആളുകളുടെ മനസ്സിൽ ചെന്നിരിക്കില്ല. ഇതുപോലെ യഥാർത്ഥ ക്യാപ്സ്യൂൾ ഇതാണെന്ന് CPM പഠിക്കണം. ചുമ്മാതെ നുണപ്രചരണത്തിലൂടെ 100 ഗുണ്ട് ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കി ആളുകളുടെ നെഞ്ചത്ത് തള്ളിയിട്ട് കാര്യമില്ല. ഒരെണ്ണം മതി. പക്ഷെ അത് അർത്ഥവത്തായിരിക്കണം, സത്യസന്ധമായിരിക്കണം, ജനങ്ങളുടെ മനസ്സിൽ ഏക്കുന്നതുമായിരിക്കണം. ഇങ്ങനെ കാച്ചിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനെ തന്നെ വഴിതിരിച്ചു വിടാനുള്ള കൃത്യമായ ശ്രമം നടക്കുന്നുണ്ടല്ലോ. ഹിന്ദുക്കളെ അപമാനിച്ചു, ശബരിമലയെ അപമാനിച്ചു. അതെ, അതൊരു ഹിന്ദുവും പറയുന്നില്ല, നേരെ തിരിച്ചാണ് പറയുന്നത്. അയ്യപ്പൻ ആവശ്യപ്പെട്ട് വാവർ എഴുതിയ കവിതയായിട്ടാണ് ചിലർ പറയുന്നത്. ഇപ്പോൾ അയ്യപ്പനാണ് ഇത് ആവശ്യപ്പെട്ടത്, വാവരാണ് എഴുതിയത്. ഇപ്പോൾ കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്ന ആള് വാവരായിട്ടാണ് ഇപ്പോൾ അവതരിച്ചിരിക്കുന്നതെന്നാണ് ചിലർ പറയുന്നത്. അയ്യപ്പൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ഈ ദുരവസ്ഥ എല്ലാവരും ഒന്ന് പ്രചരിപ്പിക്കണം. അപ്പോൾ UDF വേണ്ട രീതിയിൽ പ്രചരിപ്പിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ബഹറിലിരുന്ന കുഞ്ഞബ്ദുള്ളയ്ക്ക് ഈ ഒരു മെസ്സേജ് അയ്യപ്പൻ കൊടുത്തത് വാവരെന്നുള്ള നിലയ്ക്ക്. അങ്ങനെ അയ്യപ്പനും വാവരും തമ്മിലുള്ള ഒരു ഒത്തുകളിയിൽ വന്ന അയ്യപ്പ ഗാനമാണ് ഇത്. അതുകൊണ്ട് അത് അയ്യപ്പ കോപമല്ല ഉണ്ടാവുക, അയ്യപ്പന് സന്തോഷമാണ് ഉണ്ടാകുക എന്നുള്ളതാണ് പറയുന്നത്. ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ അത് തടയുകയാണെങ്കിൽ കൂടുതൽ അത് പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടത്തുമല്ലോ പൊതുവെ. ഇത്രയും കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞാൻ നിങ്ങളുടെ ഈ ചാനലിൽ കൂടെ തന്നെ അന്ന് പറഞ്ഞു, അയ്യപ്പ സംഗമം നടത്തിയവൻ അടി കൊടുക്കേണ്ടതാണ്. CPM ആദ്യം ചെയ്യേണ്ടത് അയ്യപ്പ സംഗമം എന്നുള്ള ആശയം കൊണ്ടുവന്ന ആരാണോ അയാളെ പിടിച്ചു നിർത്തി 2 അടി കൊടുക്കണം. കാരണം ഈ പാർട്ടിയെ ഏറ്റവും കൂടുതൽ വെട്ടിലാക്കിയത് അയ്യപ്പ സംഗമമാണ്. ചത്തുകിടന്ന ഒരുപാട് മനസ്സിൻ്റെ മുറിവുകളെ, വികാരങ്ങളെ, വേദനകളെ, സ്ത്രീ പ്രവേശനത്തെ, അത് തുറന്നുണ്ടായ അറസ്റ്റുകളെ, അതിനുശേഷം ഉണ്ടായ കേസുകളെ, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന കേസുകളെ എല്ലാം ഓർമ്മിപ്പിക്കാൻ ഒരൊറ്റ സാധനം മതി, അയ്യപ്പ സംഗമം. ആ ഒരു ആശയം വന്നപ്പോൾ തന്നെ ആളുകളുടെ മനസ്സിൽ ഇത് ആളിക്കത്താൻ തുടങ്ങി.
അതിനിടയ്ക്ക് ഈ മോഷണവും കൂടെ വന്ന് പെട്ടപ്പം അല്ല, പക്ഷെ അതൊരു വിജയമായിരുന്നല്ലോ. SNDP NSS അടക്കമുള്ളവർ തുറന്ന് പിന്തുണച്ചു. അത് വിജയമാണോ എന്നുള്ളത് ഇപ്പോൾ പെട്ടി പൊട്ടിച്ചാൽ മനസ്സിലായില്ലേ എത്ര വിജയമായിരുന്നു എന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര സീറ്റുകളാണ് LDF നഷ്ടപ്പെട്ടത് ഈ ഒരൊറ്റ കാരണം കൊണ്ട്. LDF ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇത്ര വലിയൊരു പരാജയം? 11,154 വാർഡുകൾ 23,650 ഉള്ളതിൽ UDF കിട്ടി, 8,834 കോൺഗ്രസിന് LDF കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ LDF ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. 50% അല്ല, ഒരു 70-75% വരെ ഗ്രാമസഭകൾ എപ്പോഴും LDF കയ്യിലല്ലേ നിൽക്കുന്നത്. ഇന്ന് എന്തായി അവസ്ഥ? താഴോട്ട് പോയില്ലേ? അതുപോലെ തന്നെ ഡിവിഷനുകൾ മെജോറിറ്റിയും അങ്ങനെ പോയില്ലേ? 7-7 എന്നുള്ള നിലയിൽ ജില്ലാ പഞ്ചായത്തുകൾ വന്നില്ലേ? അതിൽ തന്നെ പലയിടത്തും LDF പോയടത്ത് ഭൂരിപക്ഷം തികയ്ക്കാൻ ബുദ്ധിമുട്ട്. ഏതാണ്ട് 6-5 കോർപ്പറേഷനുകൾ പോയില്ലേ? അതിൽ ഒരു കോർപ്പറേഷനിൽ ഇപ്പം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കോഴിക്കോട് കോർപ്പറേഷൻ ആണ് ആകെ LDF ഇനി ഒരു മേയർ പ്രതീക്ഷിക്കാവുന്നത്. അവിടെ പോലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തൊരവസ്ഥ വന്നില്ലേ? അപ്പോൾ ഇത് വിജയമാണോ പരാജയമാണോ എന്ന് ആലോചിച്ച് നോക്കൂ. താങ്കൾ ചോദിച്ചല്ലോ ഗുണമുണ്ടായില്ലേ NSSനെ SNDP അവിടെ കിട്ടിയോണ്ട് ഗുണമുണ്ടായില്ലേ? ഗുണമല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ SNDP നേരെ നാളെ LDF ചേർന്നുകൊണ്ടോ BDJS അവിടെ ചേർന്നുകൊണ്ടോ LDF എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇലക്ഷൻ്റെ പെട്ടി പൊട്ടിക്കുമ്പോൾ നമുക്ക് വീണ്ടും വേണമെങ്കിൽ ഒരു ചർച്ച നടത്താം. ഇത് വേണമെങ്കിൽ നിങ്ങൾ കുറിച്ച് വെച്ചോ, ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല BDJS കൊടുക്കുന്ന സീറ്റുകളിൽ കോൺഗ്രസിന് ഈസി ആയിട്ട് ചിലപ്പോൾ ജയിക്കാൻ സാധിച്ചിരിക്കും. അവർ നല്ലൊരു ഈഴവ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മതി. BDJS നിർത്തുന്ന സ്ഥാനാർത്ഥികളൊന്നും എഫിഷ്യൻ്റ് അല്ല എന്നുള്ളത് കൊണ്ടായിരുന്നു അവർക്ക് 300-ൽ 5 സീറ്റായിട്ട് 5 വാർഡുകളായിട്ട് ഇത്തവണ തോറ്റത്. തിരുവനന്തപുരത്ത് 5 സീറ്റ് കൊടുത്തു, 5-ലും തോറ്റു. കാരണം മറ്റ് NDA സ്ഥാനാർത്ഥികളുടെ മികവ് അവർക്കുണ്ടായിരുന്നില്ല. BJP നിർത്തിയ സ്ഥാനാർത്ഥികളുടെ കേപ്പബിലിറ്റി ഇല്ലാത്തവരാണ് BDJS നിർത്തിയതെന്നുള്ളൊരു ആരോപണം, ഒരു വിഷമം പലരും പറയുന്നുണ്ട്. അപ്പോൾ അവരെ പ്രസൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നു. ഇതൊക്കെയാണ് BDJSും SNDP പഠിക്കേണ്ടത്. അല്ലാതെ എന്തെങ്കിലും മന്ത്രവും തന്ത്രവും പറഞ്ഞ് അപ്പുറത്തോട്ട് മാറി ഇപ്പുറത്തോട്ട് മാറി നിന്നതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് പോകില്ല. കാരണം ഇന്ന് പണ്ടത്തേക്കാൾ ന്യൂസ് പേപ്പറിനേക്കാൾ വാല്യൂ ഉള്ളത് സോഷ്യൽ മീഡിയ. ശരിദൂരമല്ല എന്ത് ചെയ്യുന്നു? അവരുടെ ശരിദൂരം ഉണ്ടായിരുന്നല്ലേ LDFനുള്ള ഒരു ശരിദൂരവും തെറ്റാണെന്നല്ലേ ഇപ്പോൾ വന്നിരിക്കുന്നത്. ശരിദൂരമല്ല, ഇത് തെരഞ്ഞെടുപ്പിൽ ഏത് ദൂരമായിരിക്കും? നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ തെറ്റായ ശരിദൂരത്തിലേക്ക് പോകാനേ സാധ്യതയുള്ളൂ. ഇപ്പോൾ പെട്ടെന്ന് മാറാൻ പറ്റില്ല. മാറണമെങ്കിൽ ഇവർക്കൊക്കെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം വേണം. പൊളിറ്റിക്സിൽ അതാണ് വേണ്ടത്. ചടുലമായ നീക്കങ്ങൾ. കരുണാകരൻ എന്തുകൊണ്ടാണ് കേരള പൊളിറ്റിക്സിലെ ലീഡറായി മാറിയത്? ഇപ്പോൾ ഒരു പരാജയം വന്നാൽ 10 മിനിറ്റ് കൊണ്ട് വേറെ ഉടുപ്പണിഞ്ഞ് വരാൻ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ഉറങ്ങിക്കിടന്നപ്പോഴാണ് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞു, ലോനപ്പൻ അന്ന് കാസ്റ്റിംഗ് വോട്ടിലാണ് നിൽക്കുന്നത്, ലോനപ്പൻ നമ്പാടൻ കൈവക്കിയില്ലെങ്കിൽ മന്ത്രിസഭ താഴെ വീഴും. അപ്പോൾ MV രാഘവനും പാർട്ടി എല്ലാം കൂടെ ലോനപ്പൻ നമ്പാടനെ 80കളുടെ മധ്യഭാഗത്ത് പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു കെ കരുണാകരൻ. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി പ്രേമേന്ദ്രകുറുപ്പിനെ ആരോ ചട്ടപ്പെടുത്തി ഇത് ചെന്ന് പറയണം, അല്ലെങ്കിൽ അയ്യോ അദ്ദേഹം ഉറങ്ങുമ്പോൾ ശല്യം ചെയ്താൽ പ്രശ്നമാകില്ലേ എന്ന് പറഞ്ഞു. ഉടനെ പ്രേമേന്ദ്രകുറുപ്പിനെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, അപ്പം ഞെട്ടിച്ചാടി എണീറ്റ് ചോദിച്ചു, എന്താ ചോദിച്ചു. പറഞ്ഞു, അതാ നമ്മുടെ മന്ത്രിസഭ താഴെ വീണ് ലോനപ്പൻ അപ്പുറത്ത് ചാടി, രാഘവനും പാർട്ടിയും കൂടെ കൊണ്ടുപോയി, മന്ത്രിസഭ താഴെയായിപ്പോയി, കാസ്റ്റിംഗ് മന്ത്രിസഭ തീർന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞാണോ നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തുന്നത്, ചുമ്മാ പോകുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും കിടന്നുറങ്ങി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പത്രക്കാരത്ത് വന്നിട്ട് അടുത്ത നീക്കം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. അരമണിക്കൂർ ചിലപ്പോൾ ഉറങ്ങാതിരുന്നിരിക്കില്ല, പക്ഷേ അതാണ് അദ്ദേഹത്തിൻ്റെ ശൈലി. അരമണിക്കൂർ കൊണ്ട് അദ്ദേഹം അടുത്ത പ്ലാൻ തയ്യാറാക്കി. ലോനപ്പൻ നമ്പാടൻ ഇല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിച്ച് പത്രക്കാരെ സ്ട്രോങ് ആയിട്ട് അഭിമുഖീകരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോയി. ഇതൊക്കെയാണ് ശരിദൂരം പറയുന്നവർ തെറ്റിപ്പോയാലും SNDPക്ക് തെറ്റ് വന്നാൽ അവരുമൊക്കെ തിരുത്താനായിട്ട് പഠിക്കേണ്ടത് ഇതാണ്. അല്ലാതെ ഈ മുന്നണി ആ മുന്നണി ചാടിയത് കൊണ്ട് മാറ്റം വരില്ല. എന്താണ് യഥാർത്ഥ പ്രശ്നം? എവിടെയാണ് നമ്മൾ തോറ്റത്? സത്യം കാണാതെ പോയോ? തോറ്റതിനുള്ള പ്രധാന കാരണമായി പാട്ടിനെ കണ്ടെത്തിയോ? തോറ്റതിനുള്ള പ്രധാന കാരണം പാട്ടിൽ സത്യം ഉണ്ടെന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സത്യം കണ്ടെത്തുക എന്നുള്ളതാണ്. ഞാൻ എവിടെ തോറ്റു? എൻ്റെ തോൽവിക്ക് കാരണം ധാർഷ്ട്യമായിരുന്നു, എൻ്റെ തോൽവിക്ക് കാരണം ധൂർത്തായിരുന്നു, എൻ്റെ തോൽവിക്ക് കാരണം ഭരണ സംവിധാനത്തിലെ കുഴപ്പങ്ങളായിരുന്നു, എൻ്റെ തോൽവിക്ക് കാരണം ആശുപത്രി ചെന്നപ്പോൾ മരിച്ചു വീഴുന്നത് സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്. പാട്ട് കൊണ്ടാണ് തോറ്റത്, അതുകൊണ്ട് ആ പാട്ടുകൾ അങ്ങ് ഇല്ലാതാക്കുകയാണ്. അല്ല, മാധ്യമങ്ങളിലെല്ലാം ഒഴിവാക്കുക. അതാണ് നമ്മുടെ കുഴപ്പം, മനസ്സിലായില്ലേ? നിങ്ങളുടെ തലയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് തലവേദനയുണ്ട് എന്ന് പറഞ്ഞാൽ തല വെട്ടിമാറ്റുകയല്ലേ ഉണ്ട്. തല വെട്ടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളില്ല.
അത് നിങ്ങളുടെ അന്ത്യത്തിനാണ് അത് പോകുന്നത്. എന്തുകൊണ്ട് തലവേദന വന്നു? തലവേദന വരുന്നതിനൊരു കാരണമുണ്ട്. ഒന്നുകിൽ നീർക്കെട്ടായിരിക്കാം, ഇല്ലെങ്കിൽ സൈനസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ശ്വാസത്തിൻ്റെ ഗതി കറക്റ്റ് അല്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മൂക്കിലൂടെ ശ്വസിക്കുന്നത് വിഷവായു ആയിരിക്കും. ഇതെന്താണെന്നുള്ളത് കണ്ടുപിടിച്ചാലേ തലവേദന എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പം തലവേദന എന്തെന്ന് കണ്ടുപിടിക്കുന്നതിന് പകരം തല വെട്ടിക്കളയാമെന്ന് പറയുന്നത് പോലെയാണ് അയ്യപ്പൻ്റെ പാട്ട് പാരഡി എന്തെങ്കിലും ഒരു വക്രത ഉപയോഗിച്ചുകൊണ്ട് മാറ്റിക്കഴിഞ്ഞാൽ, അതിനെതിരെ കേസ് കൊടുത്താൽ, അത് എഴുതിയ ആളിനെ വെട്ടിലാക്കിയാൽ ഒന്നും പ്രശ്നം കുറയില്ലെന്ന് മാത്രമല്ല കൂടുകയായിരിക്കും ചെയ്യുക. ഒരുപക്ഷെ ഇത് കുറേ കൂടെ കൂടുതൽ അടുത്ത 2026 തെരഞ്ഞെടുപ്പിലേക്ക് പിന്നെ റണ്ണിങ് കൂട്ടുകയും കൂടുതൽ മൈലേജ് ഇതിനുണ്ടാക്കുകയും ചിലപ്പോൾ പുതിയ നിരവധി അയ്യപ്പ ഗാനങ്ങളും അയ്യപ്പൻ്റേത് അല്ലാത്ത ചില ഗാനങ്ങളും വന്നേക്കാം. ഇനിയിപ്പോൾ ഇതിനൊരു ഗുണം കിട്ടിയിട്ടുണ്ട്. ഏറ്റവും നല്ലത് പ്രസംഗമല്ല, ഇതുപോലത്തെ പാട്ടുകളാണ്, വളരെ ക്യാപ്സൂൾ പാട്ടുകൾ. അതായത് പോറ്റിയെ കയറ്റിയെ 2 വാക്ക് മതി, കട്ടത് സഖാക്കളോ എന്ന് ചോദിക്കുന്ന ഇങ്ങനത്തെ രണ്ട് വരികൾ, 2 വാക്കുകൾ കൊണ്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇത് കയറി ചെല്ലാമെന്ന് ഈ പാട്ട് തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി 2 വാക്കിലുള്ള പാട്ടുകൾ, ചിലപ്പോൾ 6-7 വരികൾ, 2 വാക്കുകൾ മാത്രം, അങ്ങനെയുള്ള പാട്ടുകൾ പലതിന് രംഗത്ത് വന്നേക്കാം. ചിലപ്പോൾ 2026 നമ്മുടെ കാതുകളെ പലവിധ പാട്ടുകൾ കൊണ്ട് രോമാഞ്ചമണിയിക്കും എന്നുള്ളതാണ്. മുഴുവൻ അയ്യപ്പ പാട്ടുകളായിരിക്കും. അയ്യപ്പൻ മാത്രമല്ലല്ലോ, അയ്യപ്പൻ അല്ലാത്തതും വരാം. ഇതിലിപ്പം അയ്യപ്പൻ മാത്രമല്ല, സ്ഥാനാർത്ഥി സാറാമയിലെ പാട്ടായ എന്ത് കുഴപ്പം? തോട്ടിൻകരയിൽ വിമാനം ഇറങ്ങാൻ താവളം ഉണ്ടാക്കും എന്ന് പറഞ്ഞ പോലെ ഇവിടെ എത്ര വിമാനത്താവളങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞെന്നോ, അല്ലെങ്കിൽ കപ്പൽശാലകൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞെന്നോ ഒക്കെ പറഞ്ഞ് പഴയ പിന്നെ മാനിഫെസ്റ്റോ ഇങ്ങെടുക്കാം. LDFന്റെ 2 വർഷത്തെ മാനിഫെസ്റ്റോ ഇങ്ങെടുത്താൽ ഒരുപാട് സാധനങ്ങൾ കിട്ടും. അതെല്ലാം ചേർത്തിട്ട് അടൂർ ബാസിയുടെ കൂട്ടൊരു പാട്ടിറക്കാം. ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ ആളുകൾ ഇറക്കാനുള്ള ഇന്നത്തെ ലേറ്റസ്റ്റ് വേടൻ്റെ സാഹിത്യം വെച്ചും പാട്ടിറക്കാം. വേടൻ്റെ ഹിറ്റായ റാപ്പ് വെച്ചിട്ടും പാട്ടിറക്കാം. അപ്പം അത്തരത്തിൽ പല പാട്ടുകൾ മലയാളികൾക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഒരു 15 ദിവസം കേട്ട് ആസ്വദിക്കാനുള്ള അവസരം ഇതാ കൈവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.